തിരൂർ കോലൂപ്പാലം ബീഫ് എന്ന് പറഞ്ഞാൽ നാട്ടിലും ഗൾഫിലും പേരാണ്. അതിൻ്റെ ആ ചുരും വേണം. പ്രത്യേകിച്ച് ഗൾഫിലേക്ക് കൊണ്ടുപോകാനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒരു രക്ഷ ഉണ്ടാവില്ല കേട്ടോ. അത് കറക്റ്റായിട്ട് അവൻ അളന്ന് മുറിച്ചിട്ട് തരും. കച്ചറൊന്നും ഇല്ലാതെ ആ മുട്ടിയും വെച്ചിട്ട് ലെവലാക്കിയിട്ട് വേസ്റ്റ് ഇല്ലാത്ത ഇറച്ചി കിട്ടും. ഞാൻ മുമ്പും കഴിഞ്ഞ വർഷം ഇവിടെ തന്നെ കൊണ്ടുപോയിട്ടുള്ളത്. ആളുകൾ ചോദിച്ച് വരികയാണ്, എൻ്റെ മുമ്പിൽ 5 കിലോ കൊണ്ടുപോകുന്നുണ്ട്, ബാക്കിൽ 4 കിലോ കൊണ്ടുപോകുന്നുണ്ട്, ഞാനൊരു 5 കിലോ വാങ്ങി. അപ്പോൾ നമുക്ക് ബീഫ് ഫ്രൈ ആണെങ്കിലും വരട്ടാനാണെങ്കിലൊക്കെ ആ കറക്റ്റ് പീസിൻ്റെ ആ ഒരു വലിപ്പം കണ്ടില്ലേ, കച്ചറൊന്നും ഇല്ലാതെ അവങ്ങനെ ചെറിയ മുട്ടിയും വെച്ച് മുറിച്ചിങ്ങോട്ട് തരും. നമ്മളാ പോകണമെന്ന് രാവിലെ ഒരു 6:30 മണിക്ക് അവിടെ പോയി വാങ്ങിയിട്ട് നേരെ കുത്തനെ വിടുകയാണ്, വീട്ടിലേക്ക് തന്നെ പോവുകയാണ്. ഉമ്മാൻ്റെ കയ്യിലാണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉമ്മ എന്ത് ചെയ്യും, ആ ചെമ്പട്ടിക്ക് പതുക്കെ അതിനിട്ട് വെക്കും. ഇനി എന്തെങ്കിലും മുറിക്കാനോ അല്ലെങ്കിൽ വേസ്റ്റ് ഉണ്ടോ അതല്ലെങ്കിൽ വലിയ പീസ് ഉണ്ടോ എന്ന് നോക്കാനാണ്. കാര്യമായിട്ടൊന്നും കണ്ടിട്ടില്ല. ഉമ്മക്ക് വീട്ടുകാർക്ക് വലിയ എളുപ്പമായിരിക്കും അവർ മുറിച്ച് തരുന്ന കാരണം. അതിലേക്ക് ലേശം മഞ്ഞപ്പൊടിയും അതുപോലെ കുരുമുളകും അല്ലെങ്കിൽ മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് മസാല കൊണ്ട് ചേർത്തുങ്ങാണ്ട് പിന്നെ ആ മണം കണ്ട് വരുമ്പോൾ ഞാൻ പൊന്തിച്ച് നോക്കിയതാ പോയിട്ട്. ഓ മാഷാ അല്ലാ, ആ ഒരു വല്ലാത്തൊരു അതിൻ്റെ ജിന്നാണിത്. ലാസ്റ്റ് പിന്നെ കൊണ്ടാവള്ളല്ലേ, ഫാനിൽ പുതിയുള്ള കാരണം ഫാൻ്റെ തൊട്ട് വെച്ചിരിക്കുകയാണ് ഈ ഒരു എന്താ പറയുക ചൂടൊക്കെ മാറാൻ വേണ്ടിയിട്ട്. ഇപ്പം തന്നെ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ റൂമിൽ ഇട്ട് കൊടുത്തിരുന്നു. അവർക്ക് പ്രത്യേകം പറഞ്ഞാണ്, ഈ കഴിഞ്ഞ വർഷം വാങ്ങിയ ബീഫിൻ്റെ വാങ്ങണേ, തിരൂർ കോലൂപ്പാലത്തിൽ നിന്ന് തന്നെ വാങ്ങണേ എന്നുള്ളത്. എന്താ ചെയ്യാൻ, മറ്റേ ടീം ഈ വീഡിയോ കാണണ്ട കേട്ടോ, അവർക്ക് കരച്ചിൽ വരും. എന്താണെങ്കിലും ആ ബീഫ് അവിടെ നിന്ന് കൊടുങ്ങാണ്ട് നേരെ റൂമിലെത്തിയാൽ റൂമേരെ വക വേറൊരു മസാല അതിൽക്കുണ്ട്. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാ റൂമിലുള്ളതാണ്. ഒന്ന് ചൂടാക്കിയാൽ മതി നിൻ്റെ അമ്മ പ്രത്യേകം പറഞ്ഞാണ്. ഈ റൂമിൽ തല തിരിഞ്ഞ ആൾക്കാർ അതിലേക്ക് പിന്നെയും കുഴപ്പമില്ല, പക്ഷേ മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെയും കുരുമുളകും കറിവേപ്പിലൊക്കെ കിട്ടും. പക്ഷെ കുറേ ക്വാണ്ടിറ്റിയുള്ള കാരണം 2 പാത്രത്തിലുണ്ടാക്കിക്കണേ. 10-15 ആൾ കഴിക്കാനുള്ളതാണ് നെയ്ച്ചോറും ബീഫ് ചെയ്തു. പത്തായത്തിന് നെല്ലുണ്ടെങ്കിൽ എലി വയനാട്ടിൽ നിന്ന് വരും എന്ന് പറഞ്ഞ മാതിരി. ഇത് നിങ്ങളല്ലട്ടോ മക്കളെ, നിങ്ങളാരെയല്ലട്ടോ, നിങ്ങളൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ്, വേറെ ടീം വരാണ്ടല്ലോ. എന്തായാലും ഉമ്മാൻ്റെ കൈ കൊണ്ട് ഇനിയും ബീഫ് ഉണ്ടാക്കാൻ ഉമ്മാക്കും കഴിക്കാൻ ഞങ്ങൾക്കും പടച്ചോൻ ദീർഘായുസ്സ് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.